ഈ നമ്പറിലോട്ട് 5000 രൂപ അയച്ചു കൊടുക്കും. ഇതാർക്കെപ്പോഴും ഈ പൈസ അയച്ചു കൊടുക്കുന്നത്? കുറെ ആയല്ലേ? നിന്റെ പെണ്ണുമ്പിളയുടെ വീട്ടിലെ കാശൊന്നും അല്ലല്ലേ? അയച്ചോറാ. എന്നാ ആ അക്കൗണ്ടിൽ നിന്ന് എനിക്കൊരു 500 രൂപ അയക്കട്ടെ. 500 രൂപയോ? 5000 1 പൂജ്യം കുറവാ അതിന്. ആദ്യം 2 പൂജ്യം കൂടെ കുറ. 5 രൂപ അതായത് തൂത്ത എനിക്ക് കിട്ടും ചില്ലറ. എന്നാ കൊണ്ടു. ഇവിടെ നല്ല മഴയൊക്കെ ഉണ്ട്. അവിടെ മഴയുണ്ടോ? ചേട്ടാ അച്ഛൻ എന്തോ സെറ്റപ്പ് ഉണ്ട്. അച്ഛൻ എന്തോ സെറ്റപ്പ് ഉണ്ടെന്ന്. അച്ഛനെ പറ്റിയാണോ അബോധം പറഞ്ഞത്? എടാ ഒരു അക്കൗണ്ടിലേക്ക് സ്ഥിരം കാശ് അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് വല്ല ആവശ്യത്തിനായിരിക്കും. ഇത് ആവശ്യത്തിനല്ല, ഇത് അനാവശ്യത്തിനാ. അല്ല എയർപോർട്ട് അവിടെ. അപ്പൊ അത് ഇൻസ്റ്റാഗ്രാമിൽ ട്രസ്റ്റഡ് ആയിട്ടൊരു പേജ് ആടാണെ കൊല്ലും ഞാൻ. ഇതിന്റെ കാശ് എവിടെ നിന്ന് പറ. നിക്കേ അച്ഛൻ കാശ് അയച്ചു കൊടുക്കുന്നു. ഇവന്റെ എയർപോർട്ട് ഇവൻ അച്ഛനെ പറ്റി നല്ലത് പറയുന്നു. LCU കൺഫേം. ആരാടി നീ? സുമലത. എടാ സ്വന്തം തന്തയായിട്ടാണ് എടാ സുള്ളി പറ്റിക്കുന്നത്. ഞാനിപ്പോ സുമിത്തല്ല, നമ്മുടെ അച്ഛൻ സ്നേഹിക്കുന്ന സുമലതയാണ്. ബോഡി ഗാർഡ് കളിക്കുന്നു. അതെ, ഞാനൊരു ഹായ് ഇട്ടോളൂ. നമ്മുടെ തന്തയുടെ റൊമാൻറ്റിക് കണ്ടിട്ടില്ല. എന്നാ കാണു വീഡിയോ. എനിക്ക് വയ്യ മെസ്സേജ് സിംഗിൾ ടിക്ക് ഡബിൾ ടിക്ക് ആവുന്നു, ഡബിൾ ടിക്ക് ബ്ലൂ ടിക്ക് ആവുന്നു ഒക്കെ നോക്കി കുത്തിരിക്കാൻ എനിക്ക് വയ്യ. ഇങ്ങനെ പേടിച്ചിട്ടാണ് ഞാൻ പണ്ട് 6 മണിക്ക് വീട്ടിൽ കയറിക്കൊണ്ടിരുന്നത്. ഈ ഒരു നമ്പറിലോട്ട് 10000 രൂപ അയച്ചു കൊടുക്കും. ഞാൻ ചോദിച്ചില്ലല്ലോ. അല്ല ശരി. അതെ, ടെർഫി കളിക്കാൻ പോയാലേ? 100, 200, 300, 400. എന്റെ പൈസ ആരിടുന്നു അവരുടെ ടീമിൽ ഞാൻ കളിക്കാം. ദാറ്റ്സ് മൈ ഓഫർ. വേണ്ട, റൊണാൾഡോ കളിക്കണ്ട, കളി ക്യാൻസൽ. പൈസ ചെലവില്ലാത്ത എന്തെങ്കിലും ഐഡിയകൾ പറ. ചെസ്. ബുദ്ധിയും കൂടെ നോക്ക്. ചെസ്സിലെ കുതിര എന്തിനാന്നറിയാം? രായാവിന് രാജ്ഞിക്ക് ട്രിപ്പ് പോകാനായിട്ട്. ക്യാൻസൽ. സാറ്റ് മൂട്ടും കളിച്ചാലോ? ഒളിച്ചും പാത്തുള്ള ഒരു പരിപാടിക്ക് ഞാനില്ല. അന്ന് പൊക്കിയതിനു ശേഷം എല്ലാം മതിയായി. ഓ, അന്താക്ഷരി കളിച്ചാലോ? അതാകുമ്പോ വാനക്കിയാ മതി. വാ മാത്രം അനങ്ങിയാ പോരാ, പാടണം. എന്ന അക്ഷരം എന്റെ വക. മയ്യ മാണിക്യ വീണയുമായി മനസ്സിന്റെ താമരപ്പൂവി വിരിഞ്ഞവളെ. ലാവച്ചൈന് ഏത് പാട്ട്? അത് ഡയലോഗ് ലാവച്ച് പാട്. ലാളി 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 ലോ. പിന്നെ അല്ലോ, അത് ലാ അല്ല ലൈല ലൈല. നിർത്താം, നമുക്ക് വേറെ അക്ഷരാക്കാം. എന്നാ പിടിച്ചോ. കാക്കൊത്തി കാവിലെ കാവേരി അമ്മയ്ക്കും കായൽ വരമ്പിലെ പൂച്ചാണ്ടി പെണ്ണിനും തമ്മിൽ തമ്മിൽ കാണാ കിണ്ടാട്ടം കിണ്ടാട്ടം കാണാ കിണ്ടാട്ടം. 4 വരി 50 അക്ഷരം തെറ്റും. ടാങ്കണക്കട്ടില്ലം ടില്ലം ടണാങ്കണക്ക ചെണ്ടപലണ്ടം തേരെ കാവടി പൂരേ കാവടി അർക്ക കാവടി ഓരേ കാവടി മേളം ഓ കാവടി മേളം വീണ്ടും കൊള്ള. കറക്റ്റ് ടാവച്ച് പാട്. ടപ്പ് ടപ്പ് ജാനകി ടിപ്പ് ട്രിപ്പിന് പോയപ്പോ എന്നെ പോലൊരു സായിപ്പ് എന്തോ പൊക്കി കാണിച്ചു. ഇവിടെ വന്നിട്ടാ കൊച്ചുണ്ടാപ്പറി. ചുമ്മാ മലയാള പാട്ടുകൾ അപമാനിക്കാനായിട്ട്. ഒരുത്തനും സംഗീതവാസന ഇല്ല. നമുക്ക് വേറെ ആളെ കളിക്കാം. എന്നാ ഭാഷ്യമേതം കളിക്കാം. ഞാനൊരാളെ മനസ്സിലാലോചിച്ച്. സ്ത്രീ ഒബ്വിയസ്ലി. 30-നും 40-നും ഇടയിൽ പ്രായം. യെസ്. ആന്റിയെ നീയായിട്ട് അടുത്ത ബന്ധം? യെസ്. ഓക്കെ. തൃക്കാക്കര ബസ് സ്റ്റോപ്പിന് ശേഷം വീട്. വീണ്ടും യെസ്. എന്തോ എത്ര ആലോചിക്കാം. ഇത് രമണി ചേച്ചി. എടാ ഇത് ഇങ്ങനെയൊന്നും അല്ലടാ കളിക്കേണ്ടത്. ഞാൻ ഒരാളെ മനസ്സിൽ വിചാരിച്ചു. 1960-ന് ശേഷം ജന്മം. യെസ്. സത്യസന്ധൻ. നോ. അപ്പൊ നിന്റെ അച്ഛൻ കലാകാരൻ. ഒരിക്കലും അല്ല. ബിസിനസ് മാൻ. പുള്ളിക്കൊരു രാജ്യം തന്നെ ഉണ്ട്. തുണിക്കട. നോ. ഗോൾഡ്. That's the point. രാജ്യം ഗോൾഡ്. പുള്ളിയുടെ ഭാര്യ എങ്ങാണം വെടിവെപ്പി മരിച്ചു പോയായിരുന്ന? ആടാപ്പാവൻ മരിച്ചുപോയി. ബണ്ണ് കൊതിയൻ. യെസ്. റോക്കി ബായിയെ. എന്നാ പിന്നെ കാശ് അങ്ങ് പറഞ്ഞാ പോരെ. എനിക്ക് അയാളുടെ പേരറിഞ്ഞു. റോക്കി ബായ് എപ്പോഴാണ് അശ്വമേധ വന്നത്? എന്ത് റോക്കി ബായ് സെലിബ്രിറ്റി അല്ലേ? അപ്പൊ KGF രാംചരനല്ലേ? അപ്പൊ ഇതറിയാതാണ് 2 പാർട്ടും തിയേറ്ററിൽ പോയി കണ്ടത്. അപ്പൊ ഈ ആശാരി ആ സിനിമയുടെ ഡയറക്ടർ. ഓ, എന്നാ ഞാൻ അടുത്ത ഒരാളെ ആലോചിക്കാം. ഡേയ്, നീ KGF ആണ്, ഇവൻ ബാഹുബലി. പ്രഭാസ്. അടുത്തെത്തി. അതിന്റെ ഡയറക്ടർ പേരെന്ന് പറഞ്ഞു? ഷാജി മൗലി. എന്ത്? ഷാജി മൗലി. ബാ ടെർഫി കളിക്കാൻ പോവാ. എല്ലാവരുടെയും പൈസ ഞാൻ ഇടാം. ബാ, ഇതൊന്നും കേക്കണ്ടല്ലേ. നല്ല തീരുമാനം. ഈ വസ്തുവിന് നിങ്ങൾ പറഞ്ഞ റേറ്റ് കിട്ടാൻ പാടാണ് കേട്ടോ. എന്താ 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 അവിടെ പറ്റിയേ?
ട്രാൻസ്ഫർമേഷൻ കണ്ടിട്ട് മനസ്സിലായോ റാസ്കൽ? അങ്ങോട്ട് നോക്കടാ. ഇതങ്ങ് ആദ്യം കാണിച്ചാൽ ഞാൻ ചിരിക്കത്തില്ലായിരുന്നു. അവനെങ്ങി കൊണ്ടുവാ ചിരിപ്പിക്കാൻ ഞാൻ. നീ കെട്ടാൻ വന്ന പാർവതി ഞാനും തമ്മിൽ വലിയ പരിചയമൊന്നുമില്ല, പക്ഷെ എനിക്ക് അവളെ 5 വർഷമായിട്ട് ഇഷ്ടമാണ്. അവക്കറിയോ? പിന്നെ പിന്നെ അതുകൊണ്ട് നീ ഇതിന്ന് മുൻമാറണം. പിന്മാറണമെന്നില്ലേ? മുന്നേ മാറിയ അത്രയും നല്ലില്ലേ? ഓക്കെ. ഇല്ലെങ്കിൽ അറിയാലോ, ചീമ്പിക്കൊളയും ഞാൻ. അവന്റെ കൊക്കിൽ കൈയിടാത്തേണ്ടി. അപ്പൊ അവൾക്ക് എന്നെ അറിഞ്ഞൂടാ? ഇല്ല. നീ എന്താ അവളോട് പറയാന്? പറ. എന്ത് പേടിത്തൂറി വന്നു? മാസിന് പറ. അണ്ണന് സ്ത്രീകളെ കണ്ടാ വിറയ്ക്കും. എന്ത് കാല്. പക്ഷെ എന്റെ വിറക്കില്ല. എന്ത് കൈ. നീ കുറച്ച് ബാക്കിലോട്ട് മാറിയെന്ന്. അതുകൊണ്ട് നീ പറയണം രാജുവേട്ടന് പാർവതി ഇഷ്ടമാണ്. നീ എന്നാ കല്യാണത്തിന് അന്നൊന്ന് പറയടാ, ഞാൻ മണ്ഡപത്തിൽ മാറിത്തരാം. കൈ എടുക്കടാ. നീ ഇത് വെച്ച് അവസാനമായിട്ട് കട്ട് ചെയ്ത പ്ലം കേക്ക് അല്ലടാ, മണം അടിച്ച്. ഈ രാജുവേട്ടന്റെ വേറൊരു മുഖം നീ കണ്ടിട്ടില്ല. ഏത് മുഖം? പുതിയ മുഖം. എന്റെ പൊന്നേട്ട, പകല് മിണ്ടാൻ മടിയാണെങ്കിൽ രാത്രി പോയി മിണ്ടെന്നും പറഞ്ഞ ആ കൊച്ചിന്റെ വീട്ടിൽ പറഞ്ഞു വിട്ടതാ. എന്നിട്ട് അവളുടെ അച്ഛന്റെ എന്തോ തൂങ്ങിക്കിടക്കുന്നുണ്ട്, പേടിച്ചിറങ്ങി. എന്തോ കണ്ട്? അവളുടെ അച്ഛൻ പട്ടാളത്തിലല്ലേ, എന്തോ തോക്കോ ബോംബോ തൂങ്ങിക്കിടക്കുന്നുണ്ട്. എന്തായാലും വെടിയോട്ടൊന്നും ഇറങ്ങി. അപ്പൊ നിനക്ക് പെണ്ണുങ്ങളെടുത്ത് കൊണ്ടാ പേടിയാ? എനിക്ക് മാത്രമല്ല, കേരളത്തിലെ മിക്ക ആമ്പിള്ളേരുടെ അവസ്ഥ തന്നെ. എന്നാൽ ധൈര്യത്തിന്റെ കൂടെ തന്നെ കൊണ്ടുപോയി അവ സെറ്റാക്കിയിട്ട് രണ്ടിനും മരത്തിന്റെ കീഴിരിക്കുന്നതാണ്. അങ്ങനെയുള്ളവർക്കൊരു പേരുണ്ട്. ചീത്തപ്പേരാണ് കേട്ടോ. ഡാ ഇൻട്രോവേർട്ട്. എന്തായാലും എനിക്ക് ഇതിന്ന് ഒഴിയാൻ പറ്റത്തില്ല. എന്താ? എന്താടാ? അല്ല എന്താ ചേട്ടൻ പറഞ്ഞു കേട്ടില്ല. അപ്പൊ നിനക്ക് പെണ്ണുങ്ങളെടുത്ത് കൊണ്ടാ പേടി, ആണുങ്ങളെടുത്തോ? അത് മാസാ. അപ്പൊ ആ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അതിനെങ്കിൽ ഞാൻ പോട്ടെ. ആ രീതി നോക്കിയാലോ? ചിപ്പടാ പറഞ്ഞു.